അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ ലോകം നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്, എസ്പെഷ്യലി ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവരെ വീക്കാക്കുന്ന ഒന്നായിട്ടാണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ മുന്നിൽ വെക്കാറുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പുറകോട്ട് വലിക്കുന്ന ഒരു സംഗതിയാണ്. മോഡസ്റ്റി എന്ന് പറയുന്നത് നമ്മളെ ഇൻവിസിബിളാക്കി കളയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ, നമ്മുടെ റിച്വൽസൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കർക്കശക്കാരാക്കും. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ചിലത് നമ്മുടെ കൾച്ചറിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ ഒരു കൾച്ചറൽ മെസ്സേജിങ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലുള്ള കുറേ പാട്രിയാർക്കൽ പ്രാക്ടീസസ് ഉണ്ട്. അതിന് ഇസ്ലാമിൻ്റെ പേരിൽ മാസ്ക് ചെയ്ത് വെക്കുകയാണ്. ശരിക്കും അതൊന്നും ഇസ്ലാമികമല്ല, പക്ഷെ അതൊക്കെ ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മീഡിയ പോർട്രയൽസ് ഉണ്ട്. മുസ്ലിം വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റ് ആണ്, പാസീവാണ്, വോയിസ്ലെസ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്, പിന്നെ ഇസ്ലാമോഫോബിയ, ഇതൊക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രീഡത്തിൻ്റെ ഒരു എനിമി ആയിട്ടാണ് എപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. പക്ഷേ സത്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷിപ്പ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഒരു കേജല്ല, നമ്മളൊരു കൂട്ടിലിടുകയല്ല ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ ക്രൗണാണ്, നമ്മുടെ കിരീടമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ബേർഡനല്ല, അത് നമ്മുടെ ഓക്സിജനാണ്. നമ്മൾ സപ്രസ് ചെയ്യുന്ന ഒരു സംഗതിയല്ല അത് നമ്മളെ സ്ട്രോങ് ആക്കുന്ന, അല്ലെങ്കിൽ ഫെയ്ത്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റോ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ലോകത്തിലെ ബാക്കിയുള്ളവർ പറയുന്നത് വെച്ചിട്ടല്ല. നമ്മൾ ഇൽമ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന്, ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്കോളേഴ്സിൽ നിന്നൊക്കെയാണ്. ഇതെന്നൊക്കെ നമ്മൾ ശരിയായ ഇൽമ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കും നമ്മളെ വർഷിപ്പ്, നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ പവറാണെന്നുള്ളത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് വർഷിപ്പിനെ പവറാണ് എന്ന് പറയാൻ കാരണം, വർഷിപ്പാണ് നമ്മുടെ പവർ എന്ന് പറയാൻ കാരണം എന്താ? കാരണം നമ്മളെ വിശ്വാസത്തിന് നമ്മളെ ഒരുപാട് ഹീൽ ചെയ്യാൻ പറ്റും. ഒരാൾക്കും കാണാൻ പറ്റാത്ത ഒരുപാട് മുറിവുകൾ നമുക്കുള്ളിലുണ്ടാവും. ഒരാൾക്കും മനസ്സിലാകാത്ത സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന നമ്മുടെ കണ്ണീരുണ്ട്, നമുക്ക് നമ്മുടെ സുജൂദിൽ. ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് അതൊക്കെ അറിയാം. ആ റബ്ബിനോടുള്ള ആ ഒരു സൈലൻറ്റ് കോൺവെർസേഷൻ, അതെന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തെറാപ്പിയാണ്, വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഒരിക്കലും ആ ഒരു റിലീഫ് ഒരു മനുഷ്യനും നമുക്ക് തരാൻ, പ്രിയപ്പെട്ടവരെ, സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശ്വാസം നമ്മുടെ പവർ തന്നെയാണ്. കാരണം അത് നമുക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമുക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോഴും ഫജ്ർ നമസ്കരിക്കാൻ നമ്മൾ എഴുന്നേൽക്കും. നമുക്ക് വായയിൽ തോന്നിയ പോലെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ നാവിനെ നമ്മൾ ബാക്കോട്ട് വലിക്കും. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളെ എല്ലാ ദിവസവും ഇത് നമ്മളെ ട്രെയിൻ ചെയ്യാണ്, നമ്മളെ സോളിനെ ട്രെയിൻ ചെയ്യാണ്. അങ്ങനെ നമുക്ക് ആരായി മാറാൻ പറ്റും? നമുക്ക് തന്നെ നമ്മുടെ സമയത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളെ ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെൽഫ് മാസ്റ്ററി പലർക്കും ആ ലെവലിലോട്ടൊന്നും എത്താൻ പറ്റാറില്ല. അതൊരു വിശ്വാസിക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മളെ എലിവേറ്റ് ചെയ്യാൻ നമ്മളെ വർഷിപ്പിന് പറ്റും. എപ്പോഴും നമ്മളെ ലോകം എപ്പോഴും കാണുക, കൈയടിക്കുക ഈ ലൗഡ് സക്സസ്സിന് മാത്രമാണ്, അല്ലേ? പക്ഷേ നമ്മളെ തഹജ്ജുദ് നമസ്കാരത്തിലെ നമ്മളെ ഒരു കണ്ണീര്, നമ്മളെ സിൻസിയറായിട്ടുള്ള നമ്മുടെ ഒരു ദുആ, അള്ളാഹനെ മാത്രം വിചാരിച്ച് നിശബ്ദതയിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം, ഇതൊന്നും മറ്റുള്ളവരുടെ കണ്ണിൽ കാണില്ല. പക്ഷേ ശരിക്കും റിയൽ ആൻഡ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ വർഷിപ്പ് നമ്മളെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ലോകം നമ്മളെ റീഷേപ്പ് ചെയ്യുന്നത് എങ്ങോട്ടറിയും? മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന,
മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഫിറ്റ് ഇൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂസൊക്കെ കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുന്ന ഈ ലോകത്ത് നമ്മൾ അള്ളാൻ്റെ മാത്രം സെർവൻ്റാണ്. നമ്മളൊരിക്കലും ഒരു സൊസൈറ്റിയുടെ പ്രൊഡക്റ്റല്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു കമ്പാരിസൻ്റെയും കൺസ്യൂമറിസത്തിൻ്റെയും സ്പിരിച്വൽ ഫെറ്റീഗിൻ്റെയൊക്കെ ലോകത്ത് അതിനൊക്കെ നടുവിൽ നമുക്ക് സ്റ്റെഡ് ഫാസ്റ്റായിട്ട് നമുക്കതിൻ്റെയൊക്കെ സെൻറ്ററിൽ ആ ഒരു തിരമാലയോട് മല്ലിട്ട് നിൽക്കാൻ നമ്മുടെ ഫെയ്ത്ത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെ വേർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലിമിറ്റേഷനല്ല, നമ്മുടെ പവറാണ് എന്നുള്ളത്. നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ 5 നേരത്തെ ഒരു ഡെയിലി മോഷനല്ല. അത് നമ്മൾ റിയലൈൻ ചെയ്യും, നമ്മളൊന്ന് പുനഃക്രമീകരിക്കാൻ, നമ്മളൊന്ന് നമ്മൾ ഈ ബേർഡന് റിലീസ് ചെയ്യാൻ, നമ്മളെ റൈസ് ചെയ്യാൻ, ഒന്ന് ഉയരാൻ ഒക്കെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹിജാബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇറേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഗതിയല്ല. നമ്മൾ സീക്രഡ് ആയിട്ടുള്ള സ്പേസാണ്. അവിടെ നമ്മളെ വർത്ത് ഡിസ്പ്ലേക്കുള്ളതല്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളവിടെ നടത്തുന്നത്. നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് നമുക്കെന്തെങ്കിലും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയിട്ടുള്ള ഒരു ദുരിതമല്ല. നമ്മുടെ സോളിന് പുറത്ത് തന്നെയുള്ള നമ്മുടെ കൺട്രോളാണ്, നമ്മുടെ ക്ലാരിറ്റിയാണ്. നമ്മൾ സദക്ക ചെയ്യുക, സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ധനം ചുരുക്കമല്ല ചെയ്യണം, നമ്മളെ സമ്പത്തിനെ പ്യൂരിഫൈ ചെയ്യാണ്. അതുവഴി ഒരു ഡിവൈനായിട്ട് അതിൽ ഇൻക്രീസാണ് അതിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മളെ അവകാശങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റോ ഒന്നുമല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച നമ്മളെ ക്രിയേറ്ററാണ് നമ്മുടെ ഒരു മുസ്ലിം വിമൻ്റെ റൈറ്റ്സ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ സൊസൈറ്റി നമ്മളെ മറ്റൊരു രീതിയിൽ നമ്മളെ കൊണ്ടുപോകുമ്പം സ്വാഭാവികമാണ് ഹിജാബ് ഹാർഡായിട്ട് തോന്നും. നമുക്ക് തഹജ്ജുദൊക്കെ നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദൂരെയുള്ള ഒരു കാര്യമായിട്ട് തോന്നും. ഒരുപാട് ഡൗട്ട്സ്, ഈ പറയുന്ന ഒബീഡിയൻസ് എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായി തോന്നും. അതൊന്നും ഇല്ലാത്തതാണ് ഈസി ആയിട്ട് എന്നൊക്കെ തോന്നും. ഒരുപാട് ഡൗട്ട്സ്, സംശയങ്ങൾ, സ്ട്രെസ്സ് ഒക്കെ നമുക്ക് വരും. ഇതൊക്കെ മുന്നുള്ളവർക്കും വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ മോശക്കാരാക്കുന്ന ഒന്നുമല്ല. പക്ഷേ ഇതൊക്കെ നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് നമ്മളെ നാഥനിലോട്ട് നമ്മൾ മടങ്ങണം എന്നുള്ളതാണ്. ഈ എല്ലാ കാര്യങ്ങളും, ഈ എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ഡൗട്ട്സും, എല്ലാ വിഷമങ്ങളും എല്ലാമായിട്ട് നമ്മളെ റബ്ബിലോട്ട് മടങ്ങുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ പവർ എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.